നേമത്തെ LDF സ്ഥാനാർത്ഥിയായ വി ശിവൻകുട്ടി ലേബർ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ തെരഞ്ഞെടുപ്പ് ചുമതലകളിലേക്ക് തള്ളിക്കയറ്റിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും നേമം മണ്ഡലം സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ. റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെ ലേബർ വകുപ്പിൽ നിന്നുള്ളവരാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് CPM നീക്കമെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. സംഭവം പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നും ആക്ഷേപം ഉയരുകയാണ്. ആദ്യം ആ പ്രതികരണം കാണാം. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഒരു ലിസ്റ്റ്. Details of staff posted to assist the election commission returning officer. ഈ ലിസ്റ്റിൽ ഒരു 100 പേരുണ്ട്. എല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. പക്ഷേ എല്ലാവരും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. ഇതാണ് ഇവരെ പേടി. വിവാദം സൃഷ്ടിക്കുക, നുണ പറയുക, രാജീവ് എന്നൊരു പുതിയ പേരുള്ളൊരു CPM കാരനോട് മത്സരിപ്പിക്കാൻ പറയുക, എന്നിട്ട് ലേബർ മിനിസ്ട്രിയിൽ നിന്ന് എല്ലാവരും ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാരാക്കി അപ്പോയിന്റ് ചെയ്യാം. MS വീണ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വീണ, ഈ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിക്കുന്നത് വളരെ ഗുരുതരമായ ആക്ഷേപമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്ത ഒരു വാർത്തയുണ്ട്. അതായത് സർക്കാർ ലേബലിലാണ് വി ശിവൻകുട്ടിയുടെ വോട്ട് അഭ്യർത്ഥന. അതായത് നേമത്തെ അദ്ദേഹം വോട്ട് തേടുന്നത് സർക്കാരിൻ്റെ ഒരു വകുപ്പ് മന്ത്രിയായിട്ടാണ്. അപ്പോൾ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. ആ ഒരു ആക്ഷേപം മുന്നിലുള്ളപ്പോഴാണ് മറ്റൊരു ഗുരുതരമായ പരാതി കൂടി ഉയർന്നത്. അതായത് ലേബർ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ തെരഞ്ഞെടുപ്പ് ചുമതലകളിലേക്ക് മാറ്റുന്നു. അതായത് ഇത്തരത്തിലുള്ളൊരു തിരുകിക്കയറ്റൽ അതൊരു ചെറിയ തിരുകിക്കയറ്റലല്ല. പലതരത്തിലുള്ള അട്ടിമറികൾ അതിന് പിന്നാലെ നടന്നാലും അതിശയിക്കേണ്ടതില്ല. ആ ഒരു സാഹചര്യം തന്നെയാണോ രാജീവ് ചന്ദ്രശേഖറും ചൂണ്ടിക്കാട്ടുന്നത്? രാജീവ് ചന്ദ്രശേഖരം ചൂണ്ടിക്കാണിക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു പെരുമാറ്റച്ചട്ട ലംഘനം തന്നെയാണ് നിയമത്ത് നടക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. LDF സ്ഥാനാർത്ഥിയാണ്, ഒപ്പം തന്നെ മുൻ മന്ത്രിയാണ് ശിവൻകുട്ടി. പക്ഷേ സ്ഥാനാർത്ഥിയായിരിക്കെ തന്നെ മന്ത്രി എന്ന നിലയിലാണ് ആദ്യം വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു അഭ്യർത്ഥന പുറത്തിറക്കുന്നു. അതിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരെ അടക്കം ലേബർ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയാണ് തിരഞ്ഞെടുപ്പ് ചുമതലകളിലേക്ക് തള്ളിക്കയറ്റിയിരിക്കുന്നതിനുള്ള വ്യക്തമായ തെളിവുകൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പുറത്തുവിട്ടിരിക്കുന്നത്. 100ഓളം ഉദ്യോഗസ്ഥരെ, സംസ്ഥാന സർക്കാരിലെ ജീവനക്കാരായ, തൊഴിൽ വകുപ്പിലെ ജീവനക്കാരായ 100ഓളം പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾക്ക് നിയോഗിച്ചിരിക്കുന്നതെന്നുള്ള ഗുരുതരമായിട്ടുള്ള തെളിവുകൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു തോൽവി ഭയന്നുകൊണ്ടുള്ള ഒരു CPMന്റെ ശ്രമം തന്നെയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും വിജയമുണ്ടാക്കുക, മണ്ഡലം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക CPMനെ അലട്ടുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങൾ CPMും ഒപ്പം തന്നെ നേതാവായ സ്ഥാനാർത്ഥി കൂടിയായ വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ. അതായത് ഈ റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെ ലേബർ വകുപ്പിൽ നിന്നുള്ളവരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ്, 1-2 പേരല്ല, 100 പേരാണ്. അദ്ദേഹം തെളിവ് സഹിതം അതിൽ പുറത്തുവിടുന്നുണ്ട്. സീനിയർ ക്ലർക്കുമാരുണ്ട്, അതുപോലെ തന്നെ ക്ലർക്കുമാരുണ്ട്, അതുപോലെ തന്നെ പല തസ്തികകളിലായിട്ട്, അതായത് തൊഴിൽ വകുപ്പിലെ പല തസ്തികകളിലായിട്ട് ജോലി ചെയ്യുന്നവരെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഈ തൊഴിൽ വകുപ്പ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ്, ഈ 2 വകുപ്പുമാണ് ഈ മന്ത്രിസഭയിൽ ശിവൻകുട്ടി കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ചുമതലകളിലേക്ക് തിരികെ കയറ്റിയിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. തനിക്ക് വേണ്ടി അല്ലെങ്കിൽ CPMന് വേണ്ടി അവിടെ പ്രവർത്തിക്കുക, തങ്ങൾക്ക് കള്ളവോട്ട് അടക്കം ചെയ്യുവാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അവർക്ക് വിജയത്തിലേക്ക്, അതായത് വിജയിക്കുവാനും ആ ഒരു സീറ്റ് നിലനിർത്തുവാനുമുള്ള കുറുക്ക് വഴികളാണ് CPM ഇതിലൂടെ നേടുന്നതെന്ന് ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. ആ കള്ളക്കളിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ പൊളിച്ചിരിക്കുന്നത്. അദ്ദേഹം വിവരങ്ങളടക്കം നിയമിച്ച ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളും അവർ ജോലി ചെയ്യുന്നത് ഏത് തസ്തികയിലാണെന്നുള്ള വിവരങ്ങളടക്കവും പുറത്തുവിട്ടുകൊണ്ടാണ് CPMനെതിരെ ശക്തമായിട്ടുള്ള വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മണ്ഡലത്തിൽ വോട്ട് നേടുവാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളാണ്, വഴിവിട്ട ശ്രമങ്ങൾ തന്നെയാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കൂടി വ്യക്തമാവുകയാണ്. ശക്തമായ വിമർശനവും ആക്ഷേപവും തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഉയരുന്നത്. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അതിലടക്കം വലിയ തരത്തിലുള്ള ജനവികാരം മണ്ഡലത്തിൽ ഉയരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് BJP അധ്യക്ഷൻ കൂടി അവിടെ മത്സരത്തിന്റെ രംഗത്തെത്തുന്നത്. അത് വലിയ വിജയത്തിലേക്ക് കടക്കുമെന്ന് ഉറപ്പായ സാഹചര്യമുണ്ട്. ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖരന് വലിയ സ്വീകാര്യതയാണ് മണ്ഡലത്തിൽ
മണ്ഡലത്തിൽ ലഭിക്കുന്നത്. അദ്ദേഹം അവിടെ ജയിച്ചു കയറുമെന്നുള്ളൊരു ആശങ്ക അത് CPM-ന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. ആ ഉറക്കം കെടുത്തലിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള കള്ളക്കളികളും വഴിവിട്ട നീക്കങ്ങളും ശിവൻകുട്ടി നടത്തുന്നത്. രാഖി, അതായത് നിയമം കൈവിട്ടു പോകുമെന്നുള്ള ഒരു ഘട്ടം എത്തിയപ്പോൾ എന്ത് നാണം കെട്ട കളിക്കും ഇവർ തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ്. വീണ, ഇത് ഗുരുതരമായ ആക്ഷേപമാണ്. ഇത് ആക്ഷേപത്തിലോ വിമർശനത്തിലോ ഒതുങ്ങേണ്ട ഒന്നല്ല. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമോ BJP? അത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തമാക്കുന്നുണ്ടോ? ആ ഒരു കാര്യങ്ങൾ ആലോചിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങളിലേക്ക് അദ്ദേഹം കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച നടന്നിരിക്കുന്നു. നിയമപരമായി പോകാനുള്ളൊരു തീരുമാനത്തിലേക്ക് തന്നെ BJP എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ശിവൻകുട്ടി ഒരു വെല്ലുവിളി കൂടി നടത്തിയിരുന്നു. അതായത് വികസനങ്ങൾ നിലനിൽക്കുന്നില്ല. ജനങ്ങളടക്കം പല പരാതികൾ BJP സ്ഥാനാർത്ഥി അവിടെ എത്തുമ്പോൾ പറയുന്നുണ്ട്. അവർ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. വികസിത കേരളം എന്ന ലക്ഷ്യവുമായി എത്തുമ്പോൾ ഭാരതത്തിൽ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന വികസനങ്ങളുടെ തുടർച്ച തങ്ങളുടെ മണ്ഡലത്തിൽ വേണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങളിൽ നിന്ന് ഉയരുന്നത്. ആ ഒരു പ്രതീക്ഷയുമായി ജനങ്ങൾ മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതങ്ങൾ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിമർശനങ്ങൾ മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ശിവൻകുട്ടി ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. വികസിത ചർച്ച നടത്താൻ, അതായത് ഇടതുപക്ഷ സർക്കാർ പല വികസനങ്ങൾ മണ്ഡലത്തിൽ നടത്തിയെന്നുള്ള വീമ്പ് പറച്ചിൽ നടത്തുകയാണ്. അതിൽ വേണമെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ശിവൻകുട്ടി അറിയിച്ചിരുന്നത്. ആ ചർച്ചയ്ക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് താൻ പങ്കെടുക്കും, തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. സമയവും കാര്യങ്ങളും അറിയിക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ആ ചർച്ചയ്ക്ക് പങ്കെടുക്കും. പക്ഷേ അത് കള്ളങ്ങൾ നിരത്തിക്കൊണ്ടാകാനുള്ള ഒരു ചർച്ചയാകരുത്. വികസനം എന്താണ് നടത്തിയത്, അതിന്റെ യാഥാർത്ഥ്യവും അതിന്റെ വിവരങ്ങളും വസ്തുതാപരമായ രേഖകളും വ്യക്തമാക്കുന്ന ഒരു ചർച്ച നടത്തണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നടക്കുമ്പോൾ പോലും മണ്ഡലത്തിൽ വഴിവിട്ട നീക്കങ്ങൾ നടത്തി കുറുക്ക് വഴികൾ നേടിക്കൊണ്ട് ജയിക്കുവാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇടതുപക്ഷം നടത്തുന്നതെന്നുള്ളത് വ്യക്തമാവുകയാണ്. ആ കള്ളക്കളി തന്നെയാണ് BJP അധ്യക്ഷൻ ഇപ്പോൾ പൊളിച്ചടുക്കിയിരിക്കുന്നത്. എന്തായാലും നിയമം കൈവിട്ടു പോകുമെന്നുള്ള ഒരു ഘട്ടം എത്തിയപ്പോൾ ജയിക്കാനായി അല്ലെങ്കിൽ ജയം നിലനിർത്താനായി എന്ത് നാണം കെട്ട കളിക്കും പാർട്ടി തയ്യാറാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ നിയമത്ത് കാണുന്നത്. LDF സ്ഥാനാർത്ഥിയായ V ശിവൻകുട്ടി ലേബർ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ചുമതലകളിലേക്ക് കൂട്ടത്തോടെ തിരികെ കയറ്റിയത് എന്നുള്ള ഗുരുതരമായ ആക്ഷേപം BJP ഉന്നയിക്കുമ്പോൾ അതൊരു വിമർശനം മാത്രമല്ല, കൃത്യമായ നിയമ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു